എബി വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു സന്ദർശനം കൂടിയാണ് ഇത്തവണത്തേത്. മുൻപ് പലവട്ടം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഇടയ്ക്കിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലുള്ള പലതവണയുള്ള മോദിയുടെ സന്ദർശനം എല്ലാം, അതായത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്റ്റാർ മണ്ഡലങ്ങളിലേക്കൊക്കെയുള്ള ഈ സന്ദർശനത്തിൻ്റെ ഒക്കെ പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് 2024 ഈ വർഷത്തെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അതെല്ലാം മുന്നിൽ കണ്ട് മുൻപേ തന്നെ തുടങ്ങിയ ഒരു കാര്യമെന്ന് തന്നെ മുന്നിൽ കാണാൻ സാധിക്കും. മുന്നിൽ കാണാം നമുക്കിത്. ആ ഒരു രീതിയിലുള്ള പ്രചരണം തന്നെ ഇപ്പോൾ തുടങ്ങി എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും ഇദ്ദേഹത്തിന്റെ, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ 2 ദിവസത്തെ ഈ സന്ദർശനത്തിനെയൊക്കെ, അല്ലേ? അനുജ, പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ്, അതിന്റെ സമയം, ആ സാഹചര്യം എല്ലാം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സമയത്തുള്ള രാഷ്ട്രീയം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത്. കാരണം നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ BJP ഉൾപ്പെടെ, കേരളത്തിലെ BJP ഒപ്പം തന്നെ ദേശീയ തലത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാരുമായി വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു വരവ് വരുന്നത്. അത് കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള അന്വേഷണം ആ നിലയ്ക്ക് സാമ്പത്തികമായ രീതിയിൽ പോലും സംസ്ഥാനത്ത് ഞെരുക്കുന്നു എന്നുള്ള ആരോപണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ഒരു സാഹചര്യം. അതിനുശേഷം അത് കോടതിയിലേക്ക് എത്തുന്നു. കോടതിയിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു. ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ആ ഘട്ടത്തിലാണ് അതിന്റെ ഏറ്റവും അവസാന പടി എന്ന നിലയിൽ ജന്തർ മന്ദറിലേക്ക് സംസ്ഥാന സർക്കാർ സമരവുമായി പോകുന്ന ഒരു സാഹചര്യം, സംസ്ഥാനം ഒന്നാകെ സമരവുമായി പോകുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. അതിന്റെ തന്നെ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിലും കാണുന്നത്. ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ നിലയുറപ്പിക്കുക, ദക്ഷിണേന്ത്യ കേന്ദ്രീകരിക്കുക, കേരളം ലക്ഷ്യം വെക്കുക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കുക തുടങ്ങിയ വലിയ രീതിയിലുള്ള ലക്ഷ്യം BJPക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാലങ്ങളായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണ് ആ പ്രത്യേക സാഹചര്യം കൂടി ഇവിടെ വിലയിരുത്തപ്പെടുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു സംഗതി കൂടി ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ ഇപ്പോൾ അടുപ്പിച്ച് ഉള്ള സന്ദർശനങ്ങൾ, കേരളത്തിലേക്കുള്ള ഈ സന്ദർശനങ്ങൾ, അത് നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ഇവിടെ നിന്ന് 5 സീറ്റ് തങ്ങൾക്ക് ഉറപ്പാണ്, തങ്ങൾ ഉറപ്പിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നേരത്തെ, അല്ലെങ്കിൽ നേതാക്കൾ നേരത്തെ തന്നെ വന്ന് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ 2024 എത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. അപ്പോൾ ഉറപ്പായും ഇതൊരു രാഷ്ട്രീയ നീക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്ന ഒരു സാഹചര്യം. നിലവിലെ സാഹചര്യം കൂടി അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. കാരണം നിലവിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കം ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അത് കേന്ദ്രത്തിന്റെ പലതരത്തിലുള്ള നയങ്ങളും സംസ്ഥാനത്തെ വലിയ രീതിയിൽ ഞെരുക്കുന്നതാണ്, സംസ്ഥാനത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ള വിമർശനം പല കോണുകളിൽ നിന്നും പല തരത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും സുപ്രീം കോടതി ഉൾപ്പെടെ കയറുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിനും തൊട്ട് മുൻപായി ഗവർണറുമായിട്ടുള്ള പോര് ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം. ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന നടപടിയിലേക്ക് ഗവർണർ പോകുന്നു എന്നുള്ള പരസ്യമായിട്ടുള്ള വിമർശനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും ഉയരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിലെ BJP ഘടകവും സംസ്ഥാന സർക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതും കേന്ദ്ര സർക്കാരുമായി തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ് എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. വഴിയോരങ്ങളിൽ നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അവർ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ ഈ കൊച്ചിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ മണിക്കൂറുകളായി കാത്തിരിക്കുകയായിരുന്നു. വൻ ജനാവലിയാണ് കൊച്ചിയിൽ ഈ KPCC ജംഗ്ഷൻ മുതൽ ആരംഭിക്കുന്ന 1.5 കിലോമീറ്റർ നീളുന്ന ആ റോഡ് ഷോയിൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴും പ്രോട്ടോകോൾ പ്രകാരമുള്ള വലിയ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെ പ്രധാനമന്ത്രിക്ക് നൽകുകയുണ്ടായി. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ അദ്ദേഹം കൈകൾ വീശിക്കൊണ്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കടന്നു പോവുകയാണ് റോഡിലൂടെ. പ്രധാനപ്പെട്ട നേതാക്കൾ
കെ സുരേന്ദ്രൻ ആണ് ഉൾപ്പെടെ സുരേന്ദ്രനാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്. സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വഴിയോരങ്ങളിൽ സമയങ്ങളായി മണിക്കൂറുകളായി കാത്തു നിന്ന മനുഷ്യർ പൂക്കൾ വാരിയെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വലിയ ഒരു ജനാവലി തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇതിന് സമാനമായ രീതിയിലുള്ള കാഴ്ച നമുക്ക് അപരിചിതമല്ല. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അന്നും അദ്ദേഹം വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ നടക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യം അത് വിരളം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ മണിക്കൂറുകളായി ഈ KPCC ജംഗ്ഷൻ മുതൽ ആരംഭിക്കുന്ന ആ ഒരു റോഡ് ഷോയ്ക്ക് കാണാൻ, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് അവിടെ തടിച്ചുകൂടി നിന്നിരുന്നത്. അവരുടെ മധ്യത്തിലൂടെ പ്രധാനമന്ത്രി ഇപ്പോൾ ആ റോഡ് ഷോയിലൂടെ കടന്നു വരികയാണ്. കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആണ് അദ്ദേഹത്തോടൊപ്പമുള്ളത്. 7:45 കൂടിയാണ് റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 7:49 ആയിരിക്കുന്നു. 7:45 റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കാലതാമസം ഒന്നും തന്നെ ഉണ്ടാവാത്ത രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ തവണ അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ അത് തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നമ്മൾ കണ്ടിരുന്നു. ആ സമയത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു സ്വീകരണമായിരുന്നില്ല. അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് അതിന് പ്രധാനപ്പെട്ട ഒരു വിശദീകരണമായി നൽകിയിരുന്നത് അത് BJPയുടെ രാഷ്ട്രീയ പരിപാടിയാണ് എന്നുള്ളത് എനിക്കുള്ള പ്രതികരണമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. ഒപ്പം തന്നെ നാളെ പ്രത്യേകമായിട്ടുള്ള ചില പൊതുപരിപാടികൾ കൂടി അദ്ദേഹം പങ്കെടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം ഷിപ്പ്യാർഡിൽ ഉൾപ്പെടെ പരിപാടികൾ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ന് നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹം എത്തുമ്പോൾ മുഖ്യമന്ത്രി, ഗവർണർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകിയത്. ഇപ്പോൾ പ്രത്യേകമായിട്ട് അലങ്കരിച്ചിട്ടുള്ള, പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് KPCC ജംഗ്ഷനിൽ നിന്നും ആ യാത്ര ആരംഭിച്ചിരിക്കുന്നു. വൻ ജനാവലി റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി തടിച്ചുകൂടി നിൽക്കുന്നു. അദ്ദേഹത്തിന് പൂക്കൾ എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് ഈ കാഴ്ച ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ മണിക്കൂറുകളായി, ഉച്ചയ്ക്ക് ശേഷമുള്ള മണിക്കൂറുകളായി അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ കേരളീയ തനിമയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ ഇത്തവണ അതിന് മാറ്റമുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കെ സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി വലിയ ഒരു ജനാവലി തന്നെയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രത്യേക ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം സൈനിക ആസ്ഥാനത്തേക്ക് പോകുന്നു. അവിടുന്ന് കൊച്ചിയിലെ സൈനിക ആസ്ഥാനത്തേക്ക് പോകുന്നു. അവിടുന്ന് പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്ന KPCC ജംഗ്ഷനിലേക്ക് എത്തിയത്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വലിയ രീതിയിൽ അവിടെ നിർദ്ദേശിച്ച് അല്ലെങ്കിൽ അവിടെ നിയമിച്ചുകൊണ്ട് തന്നെയുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. ഒപ്പം ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ഇത് 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആയി തന്നെ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ദക്ഷിണേന്ത്യ അത് BJPക്ക് ഒരു അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഇടമല്ല എന്ന് പല കുറി തെളിയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. കർണാടകയിൽ ഉൾപ്പെടെ തൊട്ടടുത്ത സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കടപുഴകി വീഴുന്ന BJPയെ കണ്ടതാണ്. തമിഴ്നാട്ടിൽ അവർക്ക് പച്ച തൊടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ BJP അവസാനിപ്പിക്കുന്നില്ല. അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെ കണക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന്റെ പ്രവർത്തന ഫലങ്ങളുടെ ആ ഒരു നേർക്കാഴ്ച തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു സന്ദർശനം, ഇത്തരത്തിലുള്ള റോഡ് ഷോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫിജി.